ഞാനിപ്പോൾ നിൽക്കുന്ന ഈറോഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സൗത്ത് ഇന്ത്യയിലെ ഡ്രസ്സുകൾ വൻ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈറോഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം രാത്രി ഡ്രസ്സുകൾക്ക് മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. ഈ കാണുന്നത് ഈ മാർക്കറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെയുള്ള 3-4 ബിൽഡിങ്ങുകൾ നിറയെ ഇതുപോലെ തന്നെ കച്ചവടക്കാരാണ്. ഇവിടെ നിന്ന് നല്ല വിലക്കുറവിൽ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റും. ഈറോഡ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ്. ഗാന്ധി റോഡ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിന്റെ റേറ്റുകളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഇതെന്റെ ഒരു പുതിയ ചാനലാണ്, ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഹോൾസെയിൽ കച്ചവടക്കാരും റീറ്റെയിൽ കച്ചവടക്കാരും ഉണ്ട്. നമ്മൾ സിംഗിൾ പീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീഷർട്ടൊക്കെ 150 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി ഇവിടുത്തെ ഹോൾസെയിൽ റേറ്റ് നമുക്കൊന്ന് നോക്കാം. റേറ്റ് ടീഷർട്ടോടെ റേറ്റ് 80 രൂപ, 110 രൂപ. ഇതെല്ലാം 110 തന്നെ. ആ 150 രൂപ. 80-90. സിംഗിൾ പീസ് എടുത്താൽ 90, 6 പീസ് എടുത്താൽ 80 രൂപ. നമുക്ക് ഈ കൈ ഇതാവുമ്പോഴേക്ക് വേൽ ബ്രാൻഡ് ആകുമ്പോഴേക്ക് ആ സിംഗിൾ പീസ് ആകുമ്പോഴേക്ക് 80 രൂപ വരും കയ്യിൽ. അപ്പോൾ ശംഖുമാർക്ക് ആകുമ്പോഴേക്ക് 65 രൂപ. ഇത് ഒരു കട്ട് എന്ന് പറഞ്ഞാൽ എത്ര പീസാണ്? 20 പീസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 70 രൂപ. നമ്മൾ സിംഗിൾ പീസ് എടുത്തു കഴിഞ്ഞാൽ 80 രൂപ. നമുക്ക് കളർ കൈലി ആകുമ്പോഴേക്ക് ബൾക്കായിട്ട് എടുത്ത് 62 രൂപ. ഇതിൽ മൊത്തത്തിൽ കളർ കൈലിൽ എത്ര കളർ വരുന്നുണ്ട്? 20 കളർ വരും. ഓക്കെ എന്നാ ആവറേജ് എവിടെ വരും? 75 രൂപ സെറ്റ്. ഗേൾ സെറ്റ് ആവറേജ്. മിനിമം ക്വാണ്ടിറ്റി 10 പീസ്. സിംഗിൾ വേരിയേഷൻ വരും. ഹോൾസെയിൽ റേറ്റിലിരുന്ന് എவ்வளோ വേരിയേഷൻ വരും? റീറ്റെയിലിന് 10-20 റുപ്പീസ് ചേഞ്ച് ആവും. ഓക്കെ ആ 150 ഹോൾസെയിൽ പ്രൈസ്. ആ പെരിയ. ഇത് റീറ്റെയിൽ ആകുമ്പോൾ തന്നെ റേറ്റ് വരും 180 വരും സെറ്റ്. ഇതെല്ലാം റേറ്റ് ഉള്ളതാണ്. ആ സെറ്റ് ഹോൾസെയിൽ തന്നെ. റീറ്റെയിൽ ആകുമ്പോൾ ആ സെറ്റ് വരും. ഇത് എത്ര വയസ്സ് വരാം? 10 വയസ്സ്. 90 റുപ്പീസ് ഹോൾസെയിൽ. ഓക്കെ എന്നെ റേറ്റ് വരും ഒരു പീസ് 50 വരും. ஓகே நம்மளோட பார்த்தீங்கன்னா 3 ஐட்டம் இருக்கு. ட்ரங்க்ஸ், ஜிம் வெஸ்ட், ட்ரங்க் ஐட்டம் இருக்கும், ஜிம் வெஸ்ட் இருக்கும், வெஸ்ட் வெள்ளை பண்ணிட்டு இருக்கும். 3 ஐட்டம் நம்மளுதுங்க. பார்த்தீங்கன்னா ட்ரங்க் வந்து பார்த்தீங்கன்னா ஜிம் வெஸ்ட் வந்து பார்த்தீங்கன்னா 80, 85, 90 3 சைஸ் இருக்குங்க. அது சின்னது. அது வந்து பார்த்தீங்கன்னா 80, 85, 90 400 ருபீஸ் வரும். ஹோல்சேலில் 10 பீஸ் பேக் வரும். 10 பீஸ் 5 கலருக்கு 2 பீஸ் வரும். அதே ரீட்டெயிலாக இருந்தால் 5 பீஸ் வரும், 5 கலர் வரும், 250 வரும். அதே வந்து பார்த்தீங்கன்னா 95, 100 வந்து பார்த்தீங்கன்னா உங்களுக்கு 450 வரும். ஹோல்சேலில் 10 பீஸ். அதே 5 பீஸ் வந்து 500 வரும். ஒயிட் வந்து பார்த்தீங்கன்னா 80, 85, 90 270 வரும். 6 பீஸ் 6 பீஸ். அதே பாக்ஸ் வந்து 12 பீஸ் வரும். சரிங்களா? அதே பார்த்தீங்கன்னா 95, 100 வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து 300 ருபீஸ். 270 300 6 பீஸ் ஆனதோடு அரை டஜன் பேக். அதோட ரேட்டு ஃபர்ஸ்ட் குவாலிட்டிங்க. கலர் இதெல்லாம் கலர் கேரண்டி. நம்மகிட்ட எதுவுமே கலர் போகாது. எல்லாமே கலர் கேரண்டி, സൈസ് ഗ്യാരണ്ടി. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് പണില്ല. ഓൺ മാനുഫാക്ചറിങ്. മാർക്കറ്റിലേക്ക് കയറി നൈറ്റി റെഡിമെയ്ഡ് നൈറ്റികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ஸ்டார்டிங் வந்து 90 ருபீஸ்னு ஸ்டார்டிங் இருக்கு. ஆமாம், எலாஸ்டிக், பைப்பிங், ஜிப்பு, காலரு கிட்டத்தட்ட ஒரு 6-10 மாடல் பக்கமாக வருங்க. 90 இருக்குது. அதை விட்டு அதுக்கு அடுத்த 110 இருக்குது, 130 இருக்குது. எல்லா ரேஞ்சிலுமே இருக்குது. ഹയസ്റ്റ് 200 വരെയും ഇരിക്കും. നൈറ്റുകൾ 90 രൂപ മുതൽ നൈറ്റുകളുണ്ട്. ഈ 90 രൂപയുടെ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. 90 സ്റ്റാർട്ടിങ് 90 രൂപ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ஃபேன்சியாக இருக்குது. கலச்சாட்டை இது ஜிப்பு டைப்பு, இது எலாஸ்டிக் பைப்பிங் வருங்க. இதெல்லாம் 2 டைப் வரும்.
പൈപ്പിംഗ് ജിപ്പ് കളറ് കോട്ടിലേക്ക് മൊത്തം 5 മോഡൽ നോക്കാം. 5 മോഡൽ. ഈ കാണുന്ന റെഡിമെയ്ഡ് ചുരിദാറുകളാണ്. ചുരിദാറിൻ്റെ റേറ്റ് എങ്ങനെ വരും? 250. $100 ആണ് ലെഗിൻസിൻ്റെ റേറ്റ്. ഇത് 180 വരും. ഫസ്റ്റത്തെ അങ്കിൾ ലെങ്ക്. ഓക്കെ. സെറ്റാണ് അത്. 200. ഇത് ചെറിയ കുട്ടികൾക്കുള്ള ജീൻസുകളാണ്. ഇത് ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 250 രൂപയാണ് ഒരു പീസിന്. റേറ്റ് എന്താ വരുന്നത്? 250 രൂപ. ഹോൾസെയിലാ? ഹോൾസെയിൽ 220 രൂപ. ഹോൾസെയിലിനാ എவ்வளோ പീസ് എടുക്കണം? 10-20 പീസ്. എല്ലാം സിംഗിൾ പീസിനാ 250 രൂപ. 250. ഇതെല്ലാം എന്താ റേറ്റ് ആണ്? 130 രൂപ. ഇത് പീസ് തന്നെ? പീസ് ಇಲ್ಲ ರೆಡಿಮೇಡ್ ಟಾಪ್ಸ್. ಇದು ಸೈಡ್ ಓಪನ್. ಇದು ಅಂಬರ್ಲಾ ಟಾಪ್ಸ್ 250 ರೂಪಾಯಿ. 150 250 150 രൂപ. ഇത് സിംഗിൾ പീസ് ആകുമ്പോൾ 150 രൂപ വരും. സിംഗിൾ എടുത്താൽ 150 സാർ. 150. കട്ട എടുത്തീங்கன்னா 130. ഓക്കെ. ഷർട്ടെല്ലാം എന്താ റേറ്റ് വരുന്നു? ഷർട്ട് റേറ്റ് 200-250 എല്ലാം 200-250 ആണ്. ഇതെല്ലാം പാൻറ് 350-400. ഏതെല്ലാം സൈസ് ഇരിക്കും? 20-40 വരെയും 20-40 വരെ. காட்டன் ஜீன்ஸ் எல்லாம் ഇതെല്ലാം എന്നാ റേറ്റ് വരുന്നു? കയ്യിലെല്ലാം 68 സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ഇതെല്ലാം കളർ കയ്യിലെല്ലാം 68 തോന്നുന്നു. അല്ല ഷർട്ടെല്ലാം 250 സ്റ്റാർട്ടിങ്. 250 ஸ்டார்ட் ஆகும். ஓகே அம்ராண்டு சில்லற உங்களுக்கு வந்து ஹோல்சேலாக எடுத்தால் கொஞ்சம் ரேட்டு குறையும். இது செட்டு? ஆமாம் செட்டு. ரிட்டைல் எடுத்தால் நாங்கள் 350 வரையும் விற்கிறோம். ஹோல்சேல்னால் உங்களுக்கு ஒரு 100 rupees வரையும் குறையும். இது மாதிரி வேஷ்டி செட்டு, இது மாதிரி காப்பர் வேஷ்டி செட்டு. ഇതെല്ലാം ഷർട്ട് എவ்வளோ റേറ്റ് വരും? எல்லா ஷர்ட்டுமே 4 ஷர்ட்டு வந்து 1000 rupees. 1000 rupees தான். റീറ്റെയിൽ പ്രൈസ് തന്നെ? ഹോൾസെയിൽ ரிட்டைல் ப்ரைஸ். ഹോൾസെയിൽ ப்ரைஸ்னால் உங்களுக்கு 220 தான் வரும். ഒരു പീസ് ஒரு பீஸ் வந்து 220 வரும். സെറ്റ്? இது செட்டு வந்து ரிட்டைல்னா 450 வரும். ஹோல்சேல்னா 380. പാവാട ഉണ്ട്. പിന്നെ റീറ്റെയിലിനാ உங்களுக்கு 80 രൂപ വരും. ഹോൾസെയിലിനാ 73 രൂപ. ഹോൾസെയിലിന് എത്ര പീസ് എടുക്കണം? കട്ട ഒരു കട്ട എടുക്കും. ഒരു കട്ടെന്ന് പറഞ്ഞാൽ എത്ര പീസ് വരും? 30 പീസ്. 30 പീസ് വന്നു കഴിഞ്ഞാൽ 72 രൂപ വരും. 73 രൂപ. സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ 80 രൂപ. ബ്ലൗസ് പീസ് മാഡം കൊടുത്തിട്ടുണ്ട്. வந்து 60 രൂപ വരും റീറ്റെയിലിൽ. ഹോൾസെയിൽ എടുത്തீங்கன்னா 46 രൂപ. ബ്ലൗസ് പീസ് സ്റ്റാർട്ടിങ് എന്താ വില? ഇതൊക്കെ സ്റ്റാർട്ടിങ് 40 രൂപ സ്റ്റാർട്ടിങ്. റീറ്റെയിൽ അല്ലേ? ഹോൾസെയിൽ ആകുമ്പോഴേക്ക് 35 രൂപ ഹോൾസെയിൽ വരും. ഇതെല്ലാം റേറ്റിൻ്റെ തന്നെയാണോ? ബ്ലൗസ് പീസ് 7.8 പാട്ട് പാട്ട് കണക്ക് അത് மாதிரி 7 പാട്ട് 8 പാട്ട് ഈ 90 രൂപ റീറ്റെയിൽ. ഹോൾസെയിൽ 83 രൂപ. ഓക്കെ. വേറെ തന്നെ ഐറ്റം വരും? പെറ്റിക്കോട്ട് ജാക്കറ്റ്. ഓക്കെ, താങ്ക് യു. 500 രൂപ. 4 പാൻറ് 500 രൂപ. 28, 30, 32, 34, 36 എല്ലാ സൈസിൻ്റെ നോക്കിക്കോളൂ. ഇത് ഈ മാർക്കറ്റിന്റെ പുറത്തുള്ള ഫുട്പാത്ത് കച്ചവടക്കാരാണ്. നമ്മളെ മാർക്കറ്റിനുള്ളിലെ പോലെ തന്നെ ഫുട്പാത്തിൽ ഒരുപാട് കച്ചവടക്കാർ ഇതേപോലെ ഉണ്ട്.
റേറ്റ് എങ്ങനെ വരുവാണ്? റേറ്റ് 120 രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പീസ് 120 രൂപ. ഇത് മൊത്തത്തിൽ ടവലല്ലേ? ഇത് 4 പീസ് 100 രൂപ. ഇത് റീറ്റെയിൽ പ്രൈസാ? 4 പീസ് റീറ്റെയിൽ പ്രൈസാ ഹോൾസെയിൽ പ്രൈസ്? ഹോൾസെയിൽ പ്രൈസ് 4 പീസ് 110 രൂപ. ഇത് എത്ര മീറ്റർ വരും? ഇഞ്ചി കണക്ക്. ആ ഇത്രയും വരും. ഇത് 4 പീസ് 110 രൂപ. ഇത് 4 പീസ് 100 രൂപ. സ്മോൾ സൈസ് പിന്നെ മീഡിയം ലാർജ് മൂന്ന് സൈസ് തന്നെ. അപ്പോൾ സ്മോൾ സൈസിക്ക് 155, 165, മീഡിയം സൈസ് ആകുമ്പോൾ 175, 195. അപ്പോൾ ഒരു പീസൊക്കെ ഉള്ള റേറ്റ് ബനിയനും വരും, ബനിയനും വരും, പാൻറ്റും വരും. പാൻറ്റും വരും. ആ മെറ്റീരിയൽ എല്ലാം മെറ്റീരിയൽ ഓൾ മെറ്റീരിയൽ. ഓക്കെ ഓക്കെ. ഇതെല്ലാം ഫുൾ ഐറ്റം. ഇത് ഓൺ പ്രൊഡക്ഷൻ അതോ സേലത്തിൽ വരുന്നുണ്ട്? ഇത് എന്നാ റേറ്റ്? റേറ്റ് 60 ரூபா, 60 രൂപ, 70 ரூபா. ஸ்டார்டிங் என்ன ரேட்டில் இருக்குது? ஸ்டார்டிங் ரேட் 60 ரூபா. 60 ரூபா. 740. ரீட்டைல் இருக்கா ஹோல்சேல் மட்டும்தான்? ஹோல்சேல் மட்டும். ரீட்டைல் சிங்கிள் பீஸ் ஏதாவது கொடுக்குமா? இதுக்கு சிங்கிள் பீஸு ஒரு 5 ரூபா ஜாஸ்தி. 5 രൂപ ജാസ്തി വരും. അപ്പോൾ 60 രൂപ ഒരു പീസിന് 65 രൂപയ്ക്ക് റീറ്റെയിൽ പോകും. എല്ലാ ഷാപ്പിലെ ഐറ്റംസ് എല്ലാം എന്നാ റേറ്റ് വരും? 85. ഏത് ഷർട്ട്? 180. വൈറ്റ് 240. ഇതെല്ലാം ഇത് സഞ്ചി തന്നെ, അയ്യപ്പ സഞ്ചി. 100 rupees 140. 100 rupees 140. 140. ஹோல்சேலா ரேட்டில் இது பார்த்தீங்கன்னா 300 ரூபா. நமக்கு எவ்வளோ பீஸ் எடுக்கணும்? 10 பீஸ். ഇല്ല എന്നാ റേറ്റ് ഉണ്ട്? അതല്ല 250 ரூபா. മൊത്തത്തിൽ 250 രൂപ തന്നെ. ഫുള്ള് ടോട്ടൽ 250 രൂപ. എല്ലാം 150 രൂപ. ടോപ്പ് എല്ലാം ടോപ്പ് തന്നെ. ഈ ഇതെല്ലാം எல்லாம் 250 ரூபா. എല്ലാം 250 രൂപ. ഷോളെല്ലാം എന്നാ റേറ്റ് ഉണ്ട്? ഷോൾ 50 രൂപ. അത് ഒരു ഹോൾസെയിൽ ബണ്ടലെടുത്താൽ 30 ரூபா. ബണ്ടലെടുത്താൽ 30 രൂപ. ബണ്ടൽ എത്ര പീസ് എടുക്കും? 25 பீஸ். 25 പീസ്. കഴിഞ്ഞില്ല, കമ്മിയില്ല. ഹോൾസെയിൽ കേട്ടോ റേറ്റ് എவ்வளோ വരുന്നത്? ஸ்டார்டிங் 14 16 18 14 രൂപ. ഇത് അതെന്നാ റേറ്റ് വരും? 14 16 18 20 22 സൈസ് 2 റുപ്പീസ് വ്യത്യാസം. ആ സ്റ്റാർട്ടിങ് 14 രൂപ. 14. ഓക്കെ ഹോൾസെയിൽ 12. ഓക്കെ. അത് സിംഗിൾ പീസ് എടുക്കുന്ന സിംഗിൾ പീസ് ആയിട്ട് 10 പീസ് പാക്കറ്റ് ആവും. 10 പീസ് 200 அந்த மாதிரி வரும். ആ 20 രൂപ വരും അല്ലേ? 12 രൂപയുടെ 10 பீஸ் ஆയിട്ട് 200. ஓகே சொல்லுங்க. என்னெல்லாம் ரேட்டில் இருக்குது? குழந்தையோட சின்ன சைஸு ரேட்டு 15 20 രൂപ വരുന്നു. ലേഡീസോட 25 രൂപ സ്റ്റാർട്ടിങ് ആണ്. 40 രൂപ വരും. അതേ സൈസ് 75 to 90. 25 രൂപ മുതൽ 40 രൂപ വരെ ഐറ്റംസ് ഇരിക്കും. പിന്നെ ഇന്നർ വെയർ ഐറ്റംസ് ഒന്ന് കാട്ടാൻ മതിയോ? ഇതെന്നാ റേറ്റ് വരുന്നു? ഇതെല്ലാം ഹോൾസെയിൽ റേറ്റാ? അതാ ഹോൾസെയിൽ റേറ്റ്, വ്യാപാര റേറ്റ് தான். സിംഗിൾ പീസ് ഏതാ എടുക്കും? அது வந்து ஒரு 10% ரேட் ஜாஸ்தி ஆயிடுது. 10%. അതായത് ഒരു 20 രൂപയുടെ പ്രോഡക്റ്റ് 22 രൂപ 25 രൂപ ആയിരുന്നു. ഓക്കെ. മറ്റേ അതപടി 1/2 ലക്ഷം എടുത്താൽ ഹോൾസെയിൽ റേറ്റ്. 6 പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിൽ. ഇതെല്ലാം റേറ്റ് കിച്ചോടെ
റേറ്റ് എന്നാ വരും? ഇതെല്ലാം 15 രൂപ. സിംഗിൾ പീസ് 15 രൂപ, 20 രൂപ, 25 രൂപ വരും. ഓക്കെ. പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നാൽപ്പത് രൂപ ഐറ്റം സാർ. 70 രൂപ ഐറ്റം. 40 രൂപയുടെ ഐറ്റംസ് എല്ലാം പീസ് 40 രൂപ. പീസ് 40 രൂപ. ഇത് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് என்ன ரேட்ல இருக்கு? அது கேட்டா லேடிஸோட ஷிம்மிஸ் என்ன ரேட் அது? லாங் ஷிம்மிஸ் 50 ரூபா. இது சின்ன இந்த ஷிம்மி 70-90 சைஸ் வரைக்கும். ഫുൾ ഷിമ്മീസ് 100 രൂപ 110 രൂപ. അത് നമ്മൾ സിംഗിൾ പീസ് എടുക്കുമ്പോൾ എന്ന റേറ്റ് വരും? 20 രൂപ എക്സ്ട്രാ വരും. ഓക്കെ. വേറെ സാരിയുടെ റേറ്റ് എന്ന റേറ്റ് വരും സാരിക്ക്? 500 രൂപ പീസ്, 550 രൂപ പീസ് വരും. ഇതെല്ലാം സെയിം റേറ്റാണ് എല്ലാം? എല്ലാം എന്നാ റേറ്റ് വരുന്ന? റേറ്റ് 42 XML. ഇത് 37. ഇതെല്ലാം എൽ സൈസിൽ ഇതാണ്. 3 സൈസ് എല്ലാം സെയിം റേറ്റാണ്. 37 ആണ്. 40 റുപ്പീസ്. മിനിമം എത്ര പീസ് എടുക്കുന്നു? 10 പീസ് എടുക്കണം. സിംഗിൾ പീസോടെ റേറ്റാണോ? സിംഗിൾ പീസ് എടുത്താൽ വരാതെ എല്ലാം ഹോൾസെയിൽ. ഇതെല്ലാം ഈ പാൻ്റെല്ലാം എന്നാ റേറ്റ് വരും? இது கார்கோ மாடலில் 125, 130, 3 சைஸ் ஆகுது வச்சு 120. இந்த மாதிரி பேண்ட் எடுத்தீங்கன்னா LXL, XXL 95, 100, 105. എല്ലാം മിനിമം 10 പീസ് தான் എടുക്കും. 10 പീസ്. ഓക്കെ ഓക്കെ. പീസ് 100 രൂപ. അല്ല 4 പീസ് 100 രൂപ. ഒരു പീസ് 25 രൂപ കിട്ടുള്ളൂ. ഏതൊക്കെ സൈസ് ഉണ്ട് ചേട്ടാ? 3 സൈസ് ഇருக்கு. സ്മോള്, മീഡിയം, ലാർജ്. എല്ലാം സെയിം റേറ്റ് തന്നെയല്ലേ? എല്ലാം സെയിം റേറ്റ് തന്നെ? ഇല്ല ചേട്ടാ, ഒന്നുകിൽ വ്യത്യാസം. ഈ കാണുന്നത് ആ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് വിൽക്കാൻ കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ മിക്കതും ഇവിടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. ഇതിൽ ഹോൾസെയിൽ ഷോപ്പുകാരുണ്ട്, അതേപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നവരുണ്ട്. ഈറോഡിലെയും തിരുപ്പൂരിലെയും ഒട്ടുമിക്ക കച്ചവടക്കാരും കൂടുന്ന ഒരു മാർക്കറ്റാണിത്. നിങ്ങളൊരു ലോ ബഡ്ജറ്റിലെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ വില, ഹോൾസെയിൽ വിലകൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കോൺടാക്റ്റുകൾ കിട്ടും. തിങ്കളാഴ്ച വൈകുന്നേരം മുതലാണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച വെളുപ്പിനവരുണ്ടാവും. ഞാൻ ലൊക്കേഷൻ ആദ്യമേ പറഞ്ഞു, ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.